ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലളിത സഹസ്രനാമത്തിലെ രണ്ടാമത്തെ ശ്ലോകം. ആ ശ്ലോകത്തിൽ ദേവിയുടെ ആറാമത്തെ നാമം മുതൽ 9ാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ്. ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാട്യ ക്രോധാകാരാങ്കുശോജ്വല. ആറാമത്തെ നാമം ഉദ്യത് ഭാനു സഹസ്രാഭ. ഉദ്യത് എന്നാൽ ഉദിച്ചു പൊങ്ങുന്ന, ഭാനു സൂര്യൻ, സഹസ്രാഭ സഹസ്ര ആഭ. സ എന്നാൽ 10 ഗുണിക്കണം, ഹസ്ര എന്നാൽ 100. അപ്പോൾ സഹസ്ര എന്നാൽ 10 times 100, 1000. സഹസ്രാഭ അങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു ദേവി. അപ്പോൾ ഉദ്യദ്ഭാനു സഹസ്രാഭ എന്നാൽ 1000 ഉദയമാകുന്ന ഒരു സൂര്യൻ എങ്ങനെയാണോ പ്രകാശത്തെ ചുരിഞ്ഞു നിൽക്കുന്നത്, അതുപോലെയാണ് ദേവിയും അങ്ങനെ പ്രകാശിച്ചു കൊണ്ട് അവിടെ ഇരിക്കുന്നത്. 7ാമത്തെ നാമം ചതുർബാഹു സമന്വിത. ചതുർ എന്നാൽ 4, ബാഹു എന്ന കൈകൾ, സമന്വിത എന്നാൽ അതെല്ലാം ഒരുമിച്ചിരിക്കുന്നു, സംയോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദേവിക്ക് 4 കൈകളുണ്ട്. ഓരോ കൈകളിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് കാണാം. 8ാമത്തെ നാമം രാഗസ്വരൂപ പാഷാട്യ. രാഗ എന്നാൽ സ്നേഹം, വാത്സല്യം. സ്വരൂപം അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപമാണ്, വാത്സല്യ കൊടമാണ് ദേവി. പാഷാഢ്യ പാശക്കയറ് വെച്ചിരിക്കുന്നു. ഓരോ ഭക്തനെയും ഒരു കുഞ്ഞിനെ പോലെ കണക്കാക്കി ആ ഭക്തനുമായിട്ട് ഒരു അമ്മ എന്ന പോലെ പാശത്താൽ ഒരു കയറിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ദേവി. ദേവിയുടെ ഇടത്തെ കയ്യിൽ അങ്ങനെ പാശക്കയറ് പിടിച്ചിരിക്കുന്നു. 9ാമത്തെ നാമം ക്രോധാകാരാങ്കുശോജ്വല. ദേവിക്ക് ക്രോധവുമുണ്ട്. എന്തിനാണ്? അങ്കുശം എന്ന ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓരോ ഭക്തനെയും ഒരു തെറ്റിൽ നിന്നും ശരിയിലേക്ക് നിയന്ത്രിക്കുമ്പോൾ ഉജ്ജ്വല. എന്തു മാത്രമല്ല, അങ്ങനെ ഒരു നല്ല വഴിക്ക്, നേർവഴിക്ക് കൊണ്ടുവരുമ്പോഴുള്ള ആ സന്തോഷത്താൽ ദേവി തിളങ്ങി മിന്നി നിൽക്കുന്നു. അപ്പോൾ ദേവിയുടെ ഒരു വലത്തെ കയ്യിൽ അങ്കുശം എന്ന ആ ഒരു വിദ്യ കയ്യിൽ വെച്ചുകൊണ്ട് ഓരോരോ ഭക്തനെയും നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നതിനാൽ ദേവിക്ക് ക്രോധാകാരാങ്കുശോജ്വല എന്ന നാമധേയം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് 2ാമത്തെ ശ്ലോകത്തിലെ 6ാമത്തെ നാമം മുതൽ 9ാമത്തെ നാമം വരെ. ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാട്യ ക്രോധാകാരാങ്കുശോജ്വല. താങ്ക് യു.